ഉണ്ടാകുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്. നാളെയല്ലേ രാവിലെ പാരഡൈസ് വിളിച്ച് നീ സ്കൂളിൽ പോകണം. എനിക്ക് തൃശ്ശൂർ കോൺഫറൻസിന് പോകണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കാണ് നാളെ ഓഫീസിൽ 100 കൂട്ടം പണിയാണ്. ഒന്നും പറയണ്ട, നീ തന്നെ പോകണം. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ലെങ്കിൽ ഞാൻ പോകാം അവരുടെ കൂടെ. അമ്മയ്ക്ക് വയസ്സാകാൻ പണിയൊന്നും. അവന്റെ കാര്യം നമ്മൾ നോക്കണം. എന്താന്ന് വെച്ചാൽ ചെയ്യും. ആരെങ്കിലും പോകുമെന്ന് വെച്ച് പറഞ്ഞേ. എന്തോ നാളായില്ലേ? ഹേ മോം, ഡാഡ്, നിങ്ങൾ വരുന്നില്ല. ഫ്രീ ആകുമ്പോൾ സാറിനോട് വീഡിയോ സെറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി. ചേട്ടാ, ബസ് വരാനായി. ഞാൻ പോവാ. ഞാൻ വരുന്നു. എടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ആദ്യം അവൻ പല്ല് കഴിച്ചോണ്ട് അതൊക്കെ അറിയാം. എടാ, രാവിലെ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോ രാവിലെ മൊബൈൽ കാണിക്കണം. വല്ല മൊബൈൽ വേണോ? അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞത്. അതിന്റെ അവസാനമാണല്ലോ നിന്നെ കെട്ടിയത്. ഒരു തമാശ. അല്ലെങ്കിലൊക്കെ നമ്മളൊന്നും വേണ്ടല്ലോ. പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഓ, വന്നോ? എന്താ ലേറ്റ് ആയത്? സാർ, കോച്ചിങ്. നന്നായി. കോച്ച് നടന്നോ? ടേക്ക് യുവർ സീറ്റ്. ഓക്കെ. വാട്ട് ഇസ് a plus b whole square? അഞ്ജു, വാട്ട് ഇസ് a plus b whole square? Repeat the question, sir. Get out. Thank you, sir. Freddie. സാർ, a+b+. നല്ല കോച്ചിങ്. രാഹുൽ. സാർ, a² + b². മതി. ഈ ഇടയായി നിങ്ങൾക്ക് ഉഴപ്പ് കൂടുന്നുണ്ട്. ഷാൻ. സർ, a² + 2ab + b². വെരി ഗുഡ്. ഓക്കെ, ഡു സം ക്വസ്റ്റ്യൻസ്. എന്താണ്? ഒന്നുമില്ല. അത് സെൻറ്റർ. ശരി. എന്താ കൊള്ളാം. ക്ലാസ്സിലാണ് സെൽഫി. ഇതാണ് പരിപാടി. നിന്റെ പാരന്റ്സിനെ ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. ഹലോ. ഹലോ, രാഹുലിന്റെ അമ്മയല്ലേ? അതെ. ഞാൻ രാഹുലിന്റെ സാറാണ്. അവൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ? അല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അറിയാതെ ഞാനും ബാഗിൽ. അറിയാതെ ഒന്നല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലവണ്ണം പഠിച്ചെടുക്കുന്ന കുട്ടിയാണ്. ഇപ്പൊ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ആണെന്നാ തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. അങ്ങനെ ഇപ്പോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം. നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അതിനെന്താ ഞാൻ ഉടനെ വരാം. നീ ഇപ്പൊ പോകണ്ട. അതെന്താ ഞാൻ പോയാലോ? പോകണ്ടെന്ന് വെച്ചാ പോകണ്ട. അതെന്താ ഞാൻ പോയാലോ? പോകണ്ടെന്നല്ലേ പറഞ്ഞേ. അതെന്താ ഞാൻ പോയാലെന്ന്? എടാ ഫ്രണ്ട്, കാര്യം പറയണം. കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാൻ കാശ് എങ്ങനെയും ഒപ്പിച്ച് തരാം. എനിക്ക് സാറിനെ കിട്ടിയേ പറ്റൂ. കാശ്
അടിയാ നീ കാരണം ഞാൻ ഡ്രഗ്സ് വെച്ച് തുടങ്ങിയത്. എന്താണ് നീ ഇപ്പൊ ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞ? നീ എന്താണ് ഫോണിൽ പറഞ്ഞത്? ഒന്നുമില്ല. നിങ്ങൾ എന്താണ് എന്റെ പുറകെ ഞാൻ നടക്കുന്നേ? മക്കളെ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? നീ ആരോടാ സംസാരിച്ചത്? നാശം വയസ്സായാലും മൂല അനുഭവിക്കണം. അമ്മേ, അച്ഛാ. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല, ഒന്ന് തല ഇറങ്ങിയതാ. അതൊന്നും അല്ല, ചേട്ടൻ അമ്മയെ വിളിച്ച് തള്ളിയതാ. രാഹുലെ രാഹുലെ എന്താണ്? ആ ഇതാ അളിയാ റെഡിയാണ്. ഇന്നത്തെ സാധനം വെച്ച് തരാം. കാശിലാൻ മനസ്സിന് വരെ എഴുതിയോ നടക്കൂല. എടാ നിന്നെ ഞാൻ അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. എല്ലാവർക്കും തിരക്കോടെ തിരക്കും. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവന് മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം. ഞാൻ മാത്രം ശ്രമിച്ചാ പോരല്ലോ. ആ ഇനി എന്നെ വിളിച്ചു. ഹലോ, രാഹുലല്ലേ? അല്ല അവന്റെ തന്ന. നിനക്ക് എന്തോ വേണം? ആ തന്നെ തന്നെ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആണ്. തന്റെ മോന്റെ കൂട്ടുകാരെ പ്രത്യേകം ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സാണ് കേസ്. തന്റെ മോന് കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ആ ഞാൻ അവനെ കൊണ്ടുവരാം സാർ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോലെ. അയ്യോ അച്ഛാ, വേണ്ട അച്ഛാ. അവരെ പോലീസിന് കൊടുക്കല്ലേടാ. അച്ഛാ രക്ഷിക്കണം. അമ്മ ഞാൻ ഒരിക്കലും കഴിയുള്ളൂ തുറത്തില്ല. എന്നെ കൊണ്ട് പോവല്ലേ. അമ്മ അച്ഛനോട് പറയും ഞാൻ തിരിച്ച് ചെയ്യൂല. അച്ഛാ ആ എല്ലാവരും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.